അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ഒരു ചൂര കിട്ടിയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ചൂരയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് സാധനം നമുക്കിത് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുന്നത് കട്ട് ചെയ്തെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാവേ. നമ്മൾ സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കായപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മളിത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്തു തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ കായപ്പൊടി നമ്മൾ സാധാരണ മീൻകറിക്കകത്ത് ചേർക്കാത്തതാണ്. അതെ, പക്ഷെ നമ്മൾ സ്പെഷ്യൽ സാധനമാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അതെ, ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റിന് വെക്കണം. കാര്യം അതിൽ ഇതൊന്ന് എന്താ പറയുക മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുഴുവനും കൂടെ ആവശ്യത്തിനുള്ള എടുത്തിട്ടില്ല. നമ്മളിതെല്ലാം ചെറിയ രീതിയിൽ ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ള മസാലയേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ മീനിന് മുഴുവനോട് ആവശ്യത്തിനുള്ള എരിയും പുളിയൊന്നും ആവൂല, അല്ലേ? ഉപ്പ് ഒന്നും ആവത്തില്ല. അപ്പൊ എന്നാലും നമ്മൾ ഇത്ര എന്താ എടുത്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചേർക്കാൻ മാത്രം ഇത്രയും മസാല മതി. അപ്പൊ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണേല് പിടിച്ചു. അപ്പൊ ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ ഇത് ഒന്ന് അടച്ചു വെച്ചേക്കാം, കാര്യം ഇതിന്റെ ഒരു ഫ്ലേവർ ഒന്നും വെളിയിൽ പോകരുത്. അപ്പൊ അതുകൊണ്ടൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു സംഭവം. നമ്മൾ എന്താ പറയുക മാരിനേറ്റ് ചെയ്ത സാധനം. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇട്ടതൊന്ന് വറുത്തെടുക്കാം. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നന്നായിട്ട് വറക്കുന്നില്ല, ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പൊ നമ്മളുണ്ടല്ലോ ഇതൊന്ന് എന്താ പറയുക ഒരു പകുതി ഒന്ന് വറുത്തെടുക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമ്മളിതിപ്പോൾ സാധനമെല്ലാം ഇട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു തലയും കൊണ്ടുണ്ട്. ഈ തല വറുത്തെടുക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും നമ്മൾ മുഴുവനൊക്കെ വറക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നമുക്ക് തല ഒന്ന് വറക്കണം. ആ ഗ്രേവി ഉണ്ടല്ലോ അതിലൊന്ന് പിടിക്കണം. അതാണ് നമ്മുടെ ഇതിന്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒരു സൈഡ് തിരിച്ച് മറിച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ചെയ്താൽ മാത്രം മതി. അതിന് ശേഷം വേണം നമുക്കിതൊന്ന് അടിപൊളിയായിട്ട് സ്പെഷ്യൽ കറി വെക്കാൻ. അപ്പൊ അതിന്റെ മണ്ടങ്ങോട്ട് ഒരു കറിവേപ്പില കൂടെ വെക്കാം, കൂടി. അപ്പൊ അതിന്റെ ഒരു മണമൊക്കെ കിട്ടും. എന്നിട്ട് അതൊന്ന് അവിടെ ഇരുന്ന് ഓരോ സൈഡും ആയി വരട്ടെ. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സംഭവം. ഒരു സൈഡ് നമ്മള് തിരിച്ചിട്ടിട്ടില്ല. ഇത് നല്ല നെയ്യുള്ള മീനാണ്, അതുകൊണ്ട് നന്നായിട്ട് നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. കൈ കൊള്ളിക്കരുത്. അത് നമ്മൾ അടച്ചു വെച്ചാണ് ഒന്ന് ചെറുതായിട്ട് വേഗം ചെയ്യണല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അത് കാരണം ഉണ്ടല്ലോ മീൻ്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് കൊണ്ടല്ല നമുക്ക് ഒന്ന് മുഴുവൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ അടുത്ത സൈഡിൽ കൂടെ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ മീനുണ്ടല്ലോ ഇപ്പൊ 2 സൈഡ് ഏകദേശം ഒരു നന്നായിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിക്കകത്താണ്. നമ്മുടെ ചട്ടി എടുത്ത് ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ തൊട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഒരു കിടു മീൻകറി അങ്ങോട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മീൻകറിയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ.
ഇപ്പൊ ഈ മീൻ വറുത്ത എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ല ഇച്ചിരി വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിലും എടുക്കാം. എളുപ്പം റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എണ്ണ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ എണ്ണ എടുത്താലും മതിയാവും. ടേസ്റ്റ് എല്ലാം എന്താ പറയുക, ഇതാകുമ്പോൾ കുറച്ചും കൂടെ ആ മീനിന്റെ ഒരു രുചിയൊക്കെ കൂടെ കൂടുതൽ കിട്ടും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചൂടായി കേട്ടോ. ഈ മൺചട്ടിക്ക് ഒരു പ്രത്യേകത അതാണ്. അപ്പൊ നമുക്കൊരു ശകലം നമ്മുടെ കടുക് കൊടുക്കാം. മതി, കുറച്ച് മതി. നമ്മൾ 2 പൊട്ട് റെഡി ആയിട്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഒരു സ്വല്പം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മീൻ വറക്കാൻ ഇട്ടപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ വളരെ കുറച്ച് വെച്ചിരിക്കുക. അതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ്. 1/4 ടീസ്പൂണിന്റെ ആവശ്യമുള്ളൂ മഞ്ഞൾ പൊടി. അപ്പൊ ഇതില് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിക്കല്ല, കളറിന് ആവശ്യമായിട്ട്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ മീൻ വറുത്തില്ലേ, മീൻ വറുത്തപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ടാണ് നമ്മൾ മീൻ വറുത്തിരിക്കുന്നത്. അപ്പൊ അത് അത്യാവശ്യം എരി മീനിന് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കളറും വേണം, കുറച്ച് ഗ്രേവിയും വേണം. അപ്പൊ അതിനായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ നമ്മളിപ്പോ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു പച്ചമണം ഒന്ന് മാറുക, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മള് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീന് ചേർത്ത്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ തീ ഒന്ന് ഓണാക്കണം. എന്നിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ തീ ഒന്ന് ഓണാക്കണം. തീ ഓണാക്കിയതിന് ശേഷം നമ്മൾ ഈ പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളം നമ്മൾ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു കുടംപുളി എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഇതിന് ദശയുള്ള മീനല്ലേ, അതുകൊണ്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള കുടംപുളി എടുത്തത്. ഇത് തിളച്ച വെള്ളമാണ്. ചൂടുവെള്ളത്തിൽ നമ്മള് കുതിർത്തെടുത്താണ് സംഭവം. പച്ചവെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പൊ നമുക്ക് തീ കൂട്ടിയിടും, കാരണം നമ്മള് പൊടിയിടുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ചട്ടിക്ക് നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തേക്കണം. അതുകൊണ്ടാണ് അന്നേരം നമ്മള് തീ ഓഫ് ചെയ്തത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും വെക്കണം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഉള്ളി, മറ്റെന്താ നമ്മുടെ തക്കാളി, അങ്ങനത്തെ സാധനങ്ങളൊന്നും അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അരിയാനൊക്കെ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മീൻകറിയാണ്. അതും കൂടെ നമുക്ക് അതൊക്കെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇനി നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പൊ നമുക്കുണ്ടല്ലോ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. കാര്യം നമ്മൾ ഇത് വറുത്തപ്പോഴും അത്യാവശ്യം ഉപ്പ് ചേർത്താണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാതെ ഇത് മതി. ഇനി നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് എന്താ പറയുന്ന പൊടിയുപ്പോ കല്ലുപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. പക്ഷെ അതിന്റെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം. 2 പ്രാവശ്യമൊക്കെ ചേർക്കുക. ചേർക്കുമ്പോ കുറേശ്ശെ ചേർക്കുക ആദ്യം. അത് കഴിയുമ്പോ നമുക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാമല്ലോ. കൂടിപ്പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂട്ടി വേണമെങ്കിൽ ഉപ്പെടുക്കാം. അപ്പൊ ഇതേ ചൂര തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് മീനാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സാധനം. നമ്മൾ ഇതിനകത്ത് എന്താ പറയുന്ന ഉള്ളി, മറ്റേ നമ്മുടെ എന്താ അതിന്റെ പേര്, നമ്മുടെ തക്കാളി, പെട്ടെന്ന് മറന്നു. ഈ തക്കാളി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. മാത്രമല്ല ഇതിനകത്ത് കായപ്പൊടി ചേർത്തില്ലേ, അതൊരു നല്ലൊരു ഹൈലൈറ്റ് സാധനമാണ്. അത് ആ വറക്കുമ്പോ തന്നെ അതിലേക്കൊന്ന് പെരട്ടി കായപ്പൊടി തേച്ച് അതും കൂടെ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ കായപ്പൊടി ചേർത്താലുണ്ടല്ലോ സംഭവം സൂപ്പർ. സംഭവം നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഓരോ പീസായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഉണ്ടല്ലോ ഇതിപ്പം ഒരു 1/4 ഭാഗം വെന്തു കിടന്ന് അതിന്റെ ആ ഒരു നമ്മുടെ ഗ്രേവിയുടെ ഫ്ലേവറും എല്ലാം കൂടി ഇതിലിട്ടൊന്ന്
മീന് വെന്തതായതുകൊണ്ട് ഇനി ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പൊടിഞ്ഞു പോകരുത്. പൊടിഞ്ഞു പോകും. അതുകൊണ്ടാ നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ മുഴുവൻ പീസ് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പൊ എന്നിട്ട് നമുക്ക് പിന്നെ ഒന്ന് തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് നമ്മുടെ എത്ര കുറുകി വരണം അത്ര അനുസരിച്ചിട്ട് ഗ്രേവി എത്ര വേണോന്ന് വെച്ചിട്ട് അത്രയും ചെയ്താൽ മതി. ഇപ്പൊ ഗ്രേവി അത്രയും ചിലപ്പോ ഉണ്ടല്ലോ നമ്മള് ഈ കപ്പയ്ക്കകത്തൊക്കെ ഒഴിച്ച് കഴിക്കാനൊക്കെ ആണെങ്കിൽ ഗ്രേവി കൂടുതൽ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ തുറന്ന് വെച്ച് അധികം നേരം അത് പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സംഭവം ഇപ്പം വെച്ചിട്ട് ഇപ്പൊ കുറച്ച് നേരമായി. നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ചുറ്റിക്കണം. അപ്പം ഇതിനിപ്പോ പ്രത്യേകിച്ച് വേഗേണ്ട കാര്യമില്ല. കാര്യം നമ്മളിതില് മുക്കാൽ പങ്ക് വെന്തതാണ്. പിന്നെ കറിക്കകത്ത് കിടന്നൊന്ന് തീ കുറച്ചൊരു അപ്പൊ തീ നമ്മളങ്ങ് കുറച്ചപ്പോഴത്തേക്ക് അങ്ങ് കെട്ടുപോയി. പക്ഷെ അത് കുഴപ്പമില്ല. കാര്യം നമ്മുടെ സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇതുണ്ടല്ലോ നമ്മള് മറ്റേ തവിയൊന്നിട്ട് ഇളക്കണ്ട കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് എത്ര ഗ്രേവി വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും വറ്റിച്ച് വേണേലും എടുക്കാവേ. അതെ. നമ്മള് കപ്പ നമ്മള് കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ അതിനൊരു അതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിനകത്തൊക്കെ മുക്കി നമുക്ക് അടിപൊളിയായിട്ട് എടുക്കണ്ടേ. അപ്പൊ ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇച്ചിരി കൂടുതൽ അങ്ങ് ചേർത്ത് കഴിഞ്ഞാണല്ലോ മേമ്പൊടിയായിട്ട് ചേർക്കാം. അപ്പൊ അങ്ങനെ ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഇതല്ല ഇനി നമുക്ക് ഇതിനകത്തൊരു നമുക്ക് നേരത്തെ ഇച്ചിരി ചേർത്തതാണ്. എന്നാലും ഉണ്ടല്ലോ നമ്മള് സാധാരണ നമ്മള് അങ്ങനെ ചേർക്കാത്തൊരു സാധനമാണ്. പക്ഷെ ഇതും ചേർത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മള് കായപ്പൊടി ഇല്ലാതെ മീൻകറി വെക്കത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ കായപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മള് നേരത്തെ നമ്മള് ഗ്രേവി അല്ല നമ്മള് മാരിനേറ്റ് ചെയ്തപ്പോഴും സ്വല്പം ചേർത്തതാണ്. നമുക്കൊന്ന് ചുറ്റിച്ചാലും മതി. ഗ്രേവി ഇതിന്റെ കായപ്പൊടിയുടെ മണ്ടയ്ക്കോട്ട് ഒഴിക്കുമ്പോ തന്നെ നമ്മളുണ്ടല്ലോ ഇളക്കണ്ട. മീനിനെ ബുദ്ധിമുട്ടിക്കണ്ട. അവനവനെ കിടന്ന് വെന്ത് റെഡിയാകട്ടെ. അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിടിച്ചേ പിന്നെ നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചാൽ മതി. അപ്പൊ എല്ലായിടത്തും അത് തന്നെ. അപ്പൊ ഈ ചുറ്റിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഒരു സുഖം വരുന്നത്. അത് കാണുമ്പോഴൊരു സുഖം, കഴിക്കുമ്പോഴും അതിന്റെ ഇരട്ടി സുഖം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊന്ന് തണുക്കണമെന്നില്ല. ഇപ്പം തന്നെ വേണേലും നമ്മുടെ പച്ച വെളിച്ചെണ്ണ, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പച്ച വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തൊന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സംഭവമായിരിക്കും. നമ്മളിപ്പോ ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. എണ്ണ ചേർക്കുന്നില്ല. ഇനി താല്പര്യം ഉള്ളവരാണെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കിടുവാക്കുക. ഗസ്റ്റ് ഒക്കെ വരുമ്പോ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കിടുവാക്കിയൊക്കെ എടുക്കാം. നമ്മള് വീട്ടിൽ കഴിക്കുമ്പോ അത് ഒഴിച്ചില്ലേലും കുഴപ്പമില്ല. എണ്ണയൊക്കെ ഇച്ചിരി കുറച്ചൊക്കെ കഴിച്ചാൽ അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത്. അപ്പൊ എന്തായാലും കൊള്ളാം. ചൂരയല്ല, ഇച്ചിരി മാംസത്തിന് കട്ടിയുള്ള എന്ത് മീൻ കിട്ടിയാലും. ഏതാണ് മാംസത്തിന് കട്ടിയുള്ള മീൻ? അറിയാമോ? ഒന്നും അറിയത്തില്ല. അപ്പൊ അതുപോലെ ഏത് മീൻ കിട്ടിയാലും നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതായത് നമ്മുടെ കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തൊന്ന് എന്താ പറയുന്നത് ഒരു മുക്കാൽ പങ്കൊന്ന് രണ്ട് സൈഡും വറുത്തെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഉള്ളിയില്ല, നമ്മുടെ തക്കാളി ഇല്ല, അങ്ങനത്തെ ഒരു സാധനം നമ്മൾ അരിയാൻ മടിയുള്ളവർക്ക് പറ്റിയ റെസിപ്പി. അതായത് നമ്മളിപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും സാധനം. പക്ഷെ ഇതിന് ഇച്ചിരി കറിവേപ്പില ഇച്ചിരി കൂടുതൽ വേണം. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയോ. ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം എന്താ പറയണം. അതായത് സംഭവം നല്ല കിടക്കാച്ച സാധനമാണ്. വളരെ വേഗം തയ്യാറാക്കാനും ഇതൊന്നും മുറിച്ചൊക്കെ എടുക്കുന്ന ഒരു വറുത്തെടുക്കുന്ന ഒരു താമസം. ഒരു സ്വല്പം നമ്മളൊന്ന് മെനക്കെടണം. നമുക്കൊന്ന് മെനക്കെട്ടാലേ നമുക്ക് ടേസ്റ്റ് ആയിട്ട് സാധനം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് പരിഗണിക്കുക. അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്.
പിന്നെ ബെല്ലൊന്നും ഓൺ ചെയ്യാനും അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റപ്പ് ചെയ്തു. പിന്നെ അഭിപ്രായവും നിർദ്ദേശവും നമ്മളെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി കാണിക്കുക. അത് തന്നെ. പിന്നെ ഇതൊന്നും അറിയാൻ മേലാത്ത നമ്മുടെ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ, അപ്പൊ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്തോ ഒന്നുമില്ല. അടുത്ത ദിവസം അതെ വ്യത്യസ്തമായ രുചി ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.